വേണു സാർ, കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഗാസയിൽ സമാധാനം ഇല്ല എന്ന് പറയാം. കാരണം അവിടുത്തെ ജനങ്ങളെപ്പോലെ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഒരു യുദ്ധം ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഹമാസ് ഇവിടെ ഇസ്രായേലിനാണ് അധിനിവേശം നടത്തി, കയറി മേഞ്ഞു. അതിന് തിരിച്ച് മറുപടിയും കൊടുത്തിട്ടുണ്ട് നെതന്യാഹു. പക്ഷേ അവിടെ സാധാരണക്കാരെ അത് വല്ലാത്ത രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണമില്ല, അതുപോലെ തന്നെ അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, അതുപോലെ തന്നെ അവിടെ വിവിധ രോഗങ്ങളാൽ പീഡനം അനുഭവിക്കുന്ന വയസ്സായവരും ഗർഭിണികളും കുട്ടികളും എല്ലാം ഉണ്ട്. അങ്ങനെ പല രീതിയിലും ഇപ്പോൾ ഗാസ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ഈ സമയത്തായിരുന്നു ഭക്ഷണം എത്തിക്കാനുള്ള നടപടികൾ UN നോക്കി. പക്ഷേ ഇസ്രായേൽ അതിനകത്ത് ഇപ്പോൾ ഒരു മമത കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേലിൻ്റെ ഈ ഒരു നടപടിക്കെതിരെ കൂടുതൽ രാജ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഗാസയിൽ സംഭവിക്കുന്നത് മാത്രമല്ല, ഇപ്പം യുകെയും അതുപോലെ തന്നെ കാനഡയും ഫ്രാൻസും എല്ലാം തന്നെ ഈ നെതന്യാഹുവിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പോരാ, ഇങ്ങനെയാണെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള വെല്ലുവിളികളും നടത്തുന്നുണ്ട്. ഈ ഒരു അർത്ഥത്തിൽ ഗാസ എങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു? അവിടെ ഒരു മാനുഷിക പരിഗണന ഇനിയും കിട്ടേണ്ടതില്ലേ അവിടെ? തീർച്ചയായിട്ടും ഇത് ഒരു ഹതഭാഗ്യരുടെ നാടെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്ക് 1948 മുതൽ ഈ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടങ്ങളും പ്രശ്നങ്ങളുമായിട്ട് തുടർന്നു പോവുകയാണ്. അപ്പോൾ ആ കാലഘട്ടം മുതലേ അവിടെ എന്നും ഒരു കലുഷിതമായ അന്തരീക്ഷമാണ്. അത് കഴിഞ്ഞ് പലസ്തീന് പ്രത്യേകമായിട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ അതിൽ ഒരു ഭാഗം വെസ്റ്റ് ബാങ്കും താഴത്തെ ഭാഗമായിട്ട് തെക്ക് ഭാഗം വരുന്നതാണ് ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ആ ഗാസ സ്ട്രിപ്പ് 2006 മുതൽ തന്നെ ഈ ഹമാസിൻ്റെ ഒരു മേൽനോട്ടത്തിലായി കഴിഞ്ഞു. കാരണം ഹമാസ് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വസ്തത നേടുകയും അവിടെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തു. 2016 മുതൽ അവർ വളരെ പൂർണ്ണമായും അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഗാസ പ്രത്യേകമായിട്ടൊരു ബെൽറ്റായി അവർ വളരെ തീവ്രമായിട്ട് നിലനിർത്തി കൊണ്ടുപോരുകയാണ് ചെയ്തത്. അവർ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം അന്ന് മുതലേ പല പ്രാവശ്യവും നടന്നിട്ടുണ്ട്. 2014 യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് 2008 നേരിട്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലുമായിട്ട്. അങ്ങനെ പലവിധ യുദ്ധങ്ങൾ, ഏതാണ്ട് 15ഓളം ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഈ ഇസ്രായേലും ഈ ഫലസ്തീനുമായിട്ടും അല്ലെങ്കിൽ ഗാസ വരുന്ന ഭാഗമായിട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. ഇത് ഒരു ജനതയുടെ ഏറ്റവും ദയനീയമായൊരവസ്ഥയാണ്. ഒരു യുദ്ധമെന്ന് പറയുന്നത് എത്ര വലിയ വേദനയാണെന്നുള്ളത് നമുക്കൊരു പക്ഷേ കേരളത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് ഇപ്പോഴും പേടിയാണ് യുദ്ധം എന്ന് പറയുമ്പോൾ. കാരണം വെച്ചാൽ അവർ ഒരുപാട് യുദ്ധങ്ങൾ നേരിട്ട് കണ്ടതാണ്. നമ്മൾ യുദ്ധം നേരിട്ട് കണ്ടിട്ടില്ല. യുദ്ധം വളരെ ദയനീയമാണ്. നമ്മുടെ ഇപ്പം താങ്കൾ പറഞ്ഞില്ലേ, കുട്ടിയുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ ജീവിതം ഒന്നുമില്ല. ഗാസയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവിടെ ഭക്ഷണം പോലും നേരെയില്ല, വസ്ത്രം അതുപോലെ തന്നെ പരിമിതം, അവർക്ക് മരുന്ന് കിട്ടാനില്ല, വളരെ ബുദ്ധിമുട്ടിലാണ്. 2.3 ദശലക്ഷത്തോളം വരുന്ന ജനവിഭാഗം, അതിൽ നിന്ന് 6% വരെ കുറഞ്ഞു എന്നാണ് പറയുന്നത് ഈ യുദ്ധത്തിന് ശേഷം. എത്രയധികം പേര് മരിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അംഗഭംഗം വന്നവരുണ്ട്, പരിക്കേറ്റ് ദയനീയാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ഇവർക്കൊക്കെ ചികിത്സ കിട്ടാൻ പറ്റാത്ത അവസ്ഥ. 2022 മുതൽ തന്നെ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റ് രാഷ്ട്രങ്ങളുടെ സഹായത്തോടെയാണ്. കാരണം അവർക്ക് സ്വന്തമായിട്ട് വേറൊന്നുമില്ല. അവർ ഈ പലസ്തീനിൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ജോലി ചെയ്താണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുക, ആ പണവും കൊണ്ട് വന്ന് ജീവിക്കുക. ഇസ്രായേലാണ് അവിടെ ഇലക്ട്രിസിറ്റി പോലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഗാസയിലെ ഇലക്ട്രിസിറ്റിയുടെ മുഴുവൻ സോഴ്സും ഇസ്രായേലിൻ്റെയാണ്. ഇവൻ കുടിവെള്ളം പോലും ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നാണ് പലപ്പോഴും അവർ സഹായിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണത്തിനുള്ള സഹായം എല്ലാം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 2023 ഒക്ടോബറിലാണ് ഈ പെട്ടെന്നൊരു തയ്യാറെടുപ്പോടുകൂടി നടന്ന ഒരടി പോലെ ഗാസയിലെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടക്കുകയും ഇസ്രായേലിൻ്റെ ആ അയൺ കർട്ടൻ ഭേദിച്ചുകൊണ്ട് അത് ഇസ്രായേലിനെ തന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ പെട്ടെന്ന് അവർ കയറി 1200ഓളം പേരെ വധിക്കുകയും അത് അവിടുന്ന് പിന്നെ 251 പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും അവരിൽ കുറേശ്ശെയായിട്ട് പിന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്ത് തീവ്രമായൊരു യുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിൽ ഹമാസിൻ്റെ 20,000-30,000 ഇടയ്ക്കാണ് അവരുടെ സൈന്യം എന്ന് പറയുന്നത്. അതെല്ലാം ശുഷ്കമായി പോയി. ഇന്ന്
അതിൻ്റെ പകുതി പോലും ഇന്ന് ഹമാസിൻ്റെ സൈന്യമായിട്ടില്ല. പലരും നേതൃത്വത്തെ കംപ്ലീറ്റ് ഏതാണ്ട് ഫിനിഷ് ചെയ്തു. പിന്നെ എന്നാലും പോരാളികൾ ഒത്തിരി പേര് ഇപ്പോഴും ബാക്കി അവശേഷിക്കുന്നുണ്ട്. അവരാരും പോരാട്ട വീര്യം നിർത്തിയിട്ടുമില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇതിൽ കഷ്ടപ്പെടുന്നത് ഗാസയിലെ ജനതയാണ്. ഈ ഹമാസിൻ്റെ ഇസ്രായേലിൻ്റെയും അടിക്കിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്, പിന്നെ പരിക്കേറ്റവരാണ്, വൃദ്ധരാണ്. അവരെല്ലാം കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. അവരുടെ ജീവിതം പൂർണ്ണമായും നിലച്ചു പോയിരിക്കുന്നു. അതൊരു പക്ഷേ ഒരു കാര്യം കൂടെ എനിക്ക് ചേർക്കാനുള്ളത്, അതായത് ഈ ഒരു ഗാസയിലെ ഒരു പീഡനം യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധത്തിന് ശേഷമാണോ എന്നൊരു ചോദ്യം കൂടെ ചോദിക്കേണ്ടതുണ്ട്. കാരണം വർഷങ്ങളോളം അവർ അവിടെ നടത്തുന്നത് ഒരു രീതിയുണ്ട്. അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവാദമില്ല, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അവിടെ ഇല്ല പൂർണ്ണമായിട്ടും. അവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്ക് മതഗ്രന്ഥങ്ങൾ വെച്ചാണ് അവരെ പഠിപ്പിക്കുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങളിലൊന്ന് ഇസ്രായേലിൻ്റെ നാശം എന്ന രീതിയിലാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു FM റേഡിയോകളൊക്കെയാണ്. അതിനകത്ത് ഫുള്ള് പറയുന്നത് ഇസ്രായേലിനെതിരായുള്ള വാക്യങ്ങളും മറ്റതുമാണ്. അപ്പം എല്ലാ തരത്തിലും പല രീതിയിലും ഇവർ തന്നെ ഒരു ഹമാസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സർക്കാർ കൊടുക്കുന്ന എല്ലാം തന്നെ ടെലിവിഷൻ പ്രോഗ്രാമുകളായാൽ പോലും എല്ലാം തന്നെ ഇസ്രായേൽ വിരുദ്ധ സാധനങ്ങളാണ് ഇവർ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് പോലും അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നു. അവിടെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടും വിലയൊക്കെയാണ് അവർ ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഏടുകൾ വഴിയാണ് അവർ കിട്ടിക്കൊടുക്കുന്നത്. ഇതൊക്കെ കൊടും വിലയിൽ വിൽക്കുന്നു. അങ്ങനെ പലതരത്തിലും ഇവർ തന്നെ അവരൊരു ക്രിയേറ്റ് ചെയ്യണം. അപ്പം ആ ഒരു ലോകത്ത് നിന്ന് ഇപ്പം അതിനൊരു സ്വാതന്ത്ര്യം നൽകാനായിരിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ നെതന്യാഹു ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും അവിടെ നിന്ന് തുടച്ചു നീക്കാതെ അവിടെ ഇനിയൊരു ഗാസ ഉണ്ടാകില്ല എന്ന് നെതന്യാഹു പറയുന്നു. അങ്ങനെ നെതന്യാഹു പറഞ്ഞാലും അതിൽ തെറ്റുണ്ടെന്ന് പറയാനാകുമോ? അതിൽ ഏറ്റവും ഇസ്രായേലി സൈന്യത്തിന് ഞെട്ടിച്ചത് അവർ ഈ വലിയ ടാങ്കുകളുമായിട്ടൊക്കെ പോകുമ്പം കൊച്ചു കുട്ടികൾ, 4 വയസ്സായ കുട്ടികളൊക്കെ നിന്ന് ഇവർക്കെതിരെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു. ഇവരെ കല്ലെടുത്ത് ഈ ടാങ്കിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കൊച്ചിൻ്റെ പിന്നെ ഇങ്ങനെ എടുത്ത് എറിയാനേ ഉള്ളൂ. പിടിക്കേണ്ട കൈകൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ പിടിക്കേണ്ട കൈകളാണ്. പക്ഷേ ആ കുട്ടികളെ അത്രയ്ക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. ആ കുട്ടി കാലത്ത് തന്നെ ഈ ഇസ്രായേൽ വിരുദ്ധതയും മത തീവ്രതയും ഒക്കെ ഈ കുട്ടികളിൽ ഇഞ്ചെക്ട് ചെയ്ത് അവർ പൂർണ്ണമായും ഒരു മിലിറ്റൻറ്റ് രീതിയിൽ ആ കുട്ടികൾക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ. കാരണം കൊച്ചു മനസ്സല്ലേ, ആ മനസ്സിൽ ഇങ്ങനെ വിഷം നിറച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ, ആ കുഞ്ഞ് ഹൃദയമല്ല, ആ ഹൃദയത്തിനകത്ത് ഒരു ഭീതി ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സാധനമാണെന്നും അതിനെ തകർക്കണമെന്നും അതിനെ ആരെ കണ്ടാലും നമ്മൾ എതിർക്കണം. അപ്പോൾ അവർ മണ്ണ് വാരി എറിയുക, കല്ല് വാരി എറിയുകയൊക്കെ ചെയ്യും. ടാങ്ക് വരുമ്പോൾ അല്ലെങ്കിൽ മിഷൻ ഗണ്ണുമായിട്ട് ഇസ്രായേലി പട്ടാളക്കാർ വരുമ്പോൾ പോലും അങ്ങനെയാണ് അവരെ പ്രതിരോധിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം ആ കുട്ടികളിൽ തീവ്രതയും മതവും ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഇതിലെ മിക്കവാറും ജനതയ്ക്കും ഇത് തന്നെയാണ് അവസ്ഥ. അവരെല്ലാവരും ഇത്രയും ഒക്കെ വന്നിട്ട് അവർ ഹമാസിനെ തള്ളി പറയുന്നില്ല. ഒന്നുകിൽ ഭീതി കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കുറേ പേർക്ക് ഇതിനോടുള്ള അഫെക്ഷൻ കൊണ്ടായിരിക്കാം, അഫിനിറ്റി കൊണ്ടായിരിക്കാം. എന്തായാലും അവർ പൂർണ്ണമായിട്ടും ഹമാസിനെ തള്ളി പറയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷെ അവർ പൂർണ്ണമായും ക്ലേശത്തിലാണ്. അവരുടെ ജീവിതം നരകമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും കുറേയൊക്കെ മനസ്സിലാവും. ഇത് അതിനേക്കാൾ മോശമായ ഒരവസ്ഥയിലാണ്. ജീവിക്കാൻ ഒരു മാർഗവുമില്ല. അതായത് രാത്രി ഉറങ്ങുന്നത് നാളെ ഇതിനേക്കാൾ ഭീകരമായൊരു ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. വീണ്ടും നാളെ ഉറങ്ങുന്നത് അതിനേക്കാൾ ക്ലേശകരമായ ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, മുറിഞ്ഞ കാലിന് മരുന്ന് വയ്ക്കാനില്ലാത്ത, അതിൽ കെട്ടാൻ തുണിയില്ലാത്ത, അങ്ങനത്തെ നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഭീകരമായൊരവസ്ഥയിലാണ്. പക്ഷേ എന്നിട്ടും അവർ ഹമാസിൻ്റെ പിടിയിലാണ്. അവർക്ക് ഇപ്പം വിദേശ രാഷ്ട്രങ്ങളും ഹമാസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. കാരണം ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം പോലും കൊടുക്കണമെങ്കിൽ ഇവരുടെ സഹകരണം കൂടെ വേണം. ആ അവസ്ഥയിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് നെതന്യാഹുവിനോട് പറഞ്ഞത്. അപ്പോൾ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞു, വേണമെങ്കിൽ തുണിയും വസ്ത്രവും ഒക്കെ, തുണിയും മരുന്നും ഒക്കെ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, നിങ്ങൾ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷേ അതിന് പോലും ഉള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും പൂർണ്ണമായി ഒതുങ്ങി വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് ഒരു വേർതിരിവ്. അതായത് ഇപ്പം സാധാരണക്കാരും ഹമാസ് ഭീകരവാദികളാരും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിലാണ് ഓരോ ഇപ്പം ഇവർ പറയുന്ന പോലെ ഭീകരവാദികളുള്ളത്. അവർക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല, പ്രത്യേക ഡ്രസ്സില്ല. ഇവരുടെ തന്നെ സ്ലീപ്പർ സെൽസായിട്ട് ഇവർ കഴിയുകയാണ്. മാത്രമല്ല ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തുരം കൊണ്ട് ഇതും വിപുലമായിട്ടുള്ളത് ഇതിനെയും ഇസ്രായേലിന് പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടെയും ആഡംബര ജീവിതം നയിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒരു വശത്ത് നിന്ന് ഈ ഒരു പണം ഇവർ അത് ആഡംബരത്തിന് വേണ്ടി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭീകരവാദികൾ കൂടുതലും ആഡംബരം ഇതാണ്. ഇപ്പോൾ ഇസ്മായിൽ ഖനിയയുടെ വൈഫ് പോലും അവരുടെ ഏതാനും ഈ ഒരു യുദ്ധത്തിന് മുമ്പ് വന്നൊരു
ചിത്രം വന്നപ്പോൾ പോലും കണ്ടത് അത് 27 ലക്ഷം രൂപയുടെ ബാഗ്, പണപ്പെട്ടി നിറച്ച തുരങ്കത്തിന് അതിനകത്ത് പണപ്പെട്ടി, പെർഫ്യൂമുകൾ, അത് കട്ടിയേറി മറ്റേ ഭയങ്കര നല്ല വിലയുള്ള ക്വാളിറ്റിയുള്ള ഷൂസ്, ചെരുപ്പ്, അങ്ങനെ പല രീതിയിൽ അവർ ആഡംബര ജീവിതം നയിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വശത്ത് സാധാരണ കുട്ടികളും ഒരു ജനങ്ങളും എല്ലാം തന്നെ അത്രയേറെ പീഡനം, ഭക്ഷണം പോലും ഇല്ലാത്ത സമയത്താണ് അവർ അത്തരത്തിൽ നിന്ന്. ഇതിലൂടെ തന്നെ ഈ ലോകരാജ്യങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇത്ര UN പോലുള്ളവർക്ക് മനസ്സിലാകുന്നില്ലേ ഒരു വേർതിരിവ് അവിടെ ഉണ്ട് എന്നത്? മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവരില്ലാതെ മറ്റവരെ സഹായിക്കാൻ പറ്റില്ലെന്നേ. ഇപ്പം താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഗുഹയ്ക്കകത്തിരുന്ന് അവർക്ക് വേണ്ട ഭക്ഷണവും അവരുടെ മരുന്നും എല്ലാം അവർ ശേഖരിച്ചിട്ടുണ്ട്. വെടിക്കോപ്പുകൾ വരെ ഇപ്പോഴും അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അവർ വളരെ കാൽക്കുലേറ്റഡ് ആണ് ഹമാസ് നീങ്ങിയത്. ഇന്നത്തേക്കല്ല, ഒരു 5-10 വർഷത്തേക്ക് പോലും യുദ്ധം നീണ്ടാലും അതിന് വേണ്ട സെറ്റപ്പുകൾ ഓരോ വിധത്തിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് പോലും ഇപ്പോഴും പൂർണ്ണമായിട്ട് തകർക്കാൻ പറ്റാത്തത്. ഒന്നാമത് ഈ അണ്ടർഗ്രൗണ്ടുകൾ പൂർണ്ണമായിട്ടും തകർക്കുക ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ അവർ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് നയിക്കുകയും ഈ പാവങ്ങൾ റോഡിലും വീടുകളിലും കിടന്ന് കഷ്ടപ്പെടുകയും ഇവരെ മറയാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ്. ഇവർ യുദ്ധത്തിനുള്ള മറയാണ് ഈ പാവം ജനത. ഇപ്പം ആശുപത്രികളുടെ താഴെയാണ് പല അറകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദേവാലയങ്ങൾക്ക് താഴെയാണ്, അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് താഴെ, ജനവാസ കേന്ദ്രങ്ങൾക്ക് താഴെയൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ജനതയെ മുഴുവൻ ഒരു മറയാക്കിക്കൊണ്ട് ആണ് ഈ വാർ നയിക്കുന്നത്. അതുകൊണ്ടാണ് വാറിൽ ഇസ്രായേലിന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള അറ്റാക്കിന് വളരെ പരിമിതികളുണ്ട്. അത് ഈ ജനസാന്ദ്ര കേന്ദ്രങ്ങളെയൊക്കെ തകർത്തുകൊണ്ടേ അവർക്ക് അതിനകത്ത് പോകാൻ കഴിയുള്ളൂ. നമ്മൾ കുട്ടികൾ, വളരെ 4-5 വയസ്സായ കുട്ടികൾ വലിയ ടാങ്കിനെ മണ്ണെറിയുക, കല്ലെറിയുകയൊക്കെ ചെയ്യാണ്. അവർക്ക് എതിർക്കാൻ പറ്റുന്ന എന്താണോ, ആ കൊച്ചു കരങ്ങളിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ച് അവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്ര തീവ്രമായിട്ട് അവരുടെ ബ്രെയിനകത്ത് ഇത് കുട്ടിക്കാലത്ത് തന്നെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഇത്തരം വിദ്വേഷങ്ങളും മത തീവ്രതയും എല്ലാം. ഇത് നിസ്സാരമല്ല, ഇത് എളുപ്പമല്ല ആ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് കയറി വരിക എന്ന് പറയുന്നത്. ഹമാസിനെ പൂർണ്ണമായും തുരത്തണം എന്ന് ഇസ്രായേലുകാർ പറയുന്നത്, അവർ 2016 ശേഷം അവർ വിചാരിച്ചത് നമുക്കൊരു രമ്യതയിൽ പോകാമെന്നാണ്. ഈ ഗാസ സ്ട്രിപ്പിലുള്ള പലരും ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുകയും അവിടെ നിന്ന് പണം സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആൾക്ക് ഭക്ഷണവും എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്ത് ആ പണം കൊണ്ട് അവർ ആയുധം വരെ ഉണ്ടാക്കി ഇപ്പോൾ ഇസ്രായേലിനെതിരെ നേരിട്ടിരിക്കുകയാണ് 2023 ഒക്ടോബറിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്രയും ഭയക്കുന്നത്. ഇത്രയും നമ്മൾ അവിടെ പോലെ എലക്ട്രിസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്, അവരുടെ പൂർണ്ണമായ ചികിത്സാ സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ അടക്കം പലതിലും സഹായം ചെയ്തത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ ഇത്ര ഭീകരമായി 2023 ഒക്ടോബറിൽ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇത്ര വലിയ വഞ്ചകരെ ഇനി വെച്ചുകൊണ്ടിരിക്കാമോ ഇവർ? അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ ഗാസ സ്ട്രിപ്പ് പൂർണ്ണമായിട്ടും ഒഴിയണം, നിങ്ങൾ വേണമെങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്ക് പൊക്കോ, പലസ്തീനികളുടെ കൂടെ പൊക്കോ. അവർ പോകാൻ തയ്യാറുമല്ല. അങ്ങനെ ഞങ്ങൾ മരിച്ചാലും ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ഗാസ നിവാസികളുണ്ട്. വളരെ ദയനീയമായൊരു കഥയാണ്. പക്ഷേ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശവം വിറ്റാണ് അവർ പൈസ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇവർക്ക് കിട്ടുന്ന ഫണ്ടിങ് എല്ലാം തന്നെ രോഗികളെ കാണിച്ച്, അല്ലെങ്കിൽ ഇത്തരം മരിച്ച ഇവരെ ഈ ഓരോരുത്തരെയും പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ജൂതന്മാരുടെ കൈകളാൽ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വർഗത്തിലെത്തും, ഇവർ പോരാളി ഇപ്പം ഹമാസിന് വേണ്ടി നേരിടുന്നതാണ്, അപ്പം നിങ്ങൾ സ്വർഗത്തിലെത്തും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വരുത്തുന്നത്. അങ്ങനത്തെ വലിയ രീതിയിലൊരു അതുകൊണ്ടാണല്ലോ കൊച്ചു കുട്ടികൾ വരെ ഈ പാറ്റൻ ടാങ്കും അല്ലെങ്കിൽ മിഷൻ ഗണ്ണും ഒക്കെ ആയിട്ട് വരുന്ന ആർമിക്ക് നേരെ മണ്ണും കല്ലും വരെ വലിച്ച് എറിയുന്ന കൊച്ചു കുട്ടികളെ കാണുന്നത്. അല്ലെങ്കിൽ അവർ വരുമ്പം പതാക കാണിച്ചുകൊണ്ട് എതിർക്കുന്ന കുട്ടികളെ കാണുകയാണ്. അപ്പം അതെല്ലാം ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അവർ ഒരു ഡെഡ്ലി ഫോഴ്സാക്കി അങ്ങനെ ആ ജനതയെ മുഴുവൻ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരവിടുന്ന് വിട്ടുപോകാനും തയ്യാറില്ല. അവരുടെ കഷ്ടത അതിരൂക്ഷവുമാണ്. അവർക്ക് സഹായം പലപ്പോഴും കിട്ടുന്നുമില്ല. ഈ ഒരു ദയനീയാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ശവം വെച്ചുകൊണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഭയങ്കരം ജീവശവങ്ങളാണ്. അവർ ജീവിച്ചിരിക്കുകയാണ്, ശവങ്ങളല്ല ശരിക്ക്. ഒരുപാട് മുറിവേറ്റവർ, ഒരുപാട് അസ്വസ്ഥതയുള്ളവർ, ഒരുപാട് രോഗങ്ങളുള്ളവർ, കഷ്ടപ്പാടിൻ്റെ എല്ലാ വശങ്ങളും കയറിക്കൊണ്ടാണ് അവർ ഗാസയിൽ ജീവിക്കുന്നത്. എന്നിട്ടും അവർ പോരാട്ടത്തിന് തയ്യാറാണ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അങ്ങനത്തെ ഒരു അത്ഭുത പോരാട്ടം ആണ് അവിടെ നടക്കുന്നത്. പിന്നെ നെതന്യാഹു ഇപ്പം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞത്, ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം പറഞ്ഞത്, ഹമാസിനെ തുടച്ചു നീക്കാതെ ഇനി ആയുധം താഴെ വയ്ക്കില്ല എന്നായിരുന്നു പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആർമി ചീഫുമാർക്ക് കൃത്യമായി
അതിൻ്റെ ഭാഗമായിട്ടാണ് ആർമി ചീഫുമാർക്ക് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പറയുന്നുണ്ട് ഗാസ മുനമ്പ് പിടിക്കാതെ നിങ്ങൾ ആയുധം താഴെ വയ്ക്കരുത്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇദ്ദേഹം ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുമ്പോഴും നമ്മൾ ഒരു വശത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹമാസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാകില്ലേ ഇപ്പം നമ്മൾ ഈ മറ്റുള്ളവരെല്ലാം ഈ ഒരു നെതന്യാഹുവിനോട് നിർത്താൻ പറയുമ്പോൾ തന്നെ ഇവിടെ. പക്ഷേ മാത്രമല്ല മറ്റൊരു കാര്യം നെതന്യാഹു നിർത്തുന്ന പ്രശ്നം ഉണ്ടാവില്ല. കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിർത്തിയാൽ ഈ വാറിന് പൂർത്തിയാകാതെ വീണ്ടും അവിടുന്ന് ഒരു ഇതിൻ്റെ ഇരട്ടി വിദ്വേഷമുള്ള ഒരു ജനവിഭാഗം അവിടെ ഉയർന്നു വരും. ഇപ്പം മറ്റേത് അവർ നേരത്തെ കണ്ടിട്ടില്ലെന്ന് പറയാം. ഈ ജൂതന്മാരുടെ ഒരു പകയുടെ ഒരു രീതി അവർ കണ്ടിട്ടില്ല എന്ന് പറയും. ഇപ്പം അവരെല്ലാം നേരിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവർ ധരിക്കുന്നത്, സാധാരണ ജനം ധരിക്കുന്നത്, ഞാൻ നമ്മളോട് പറഞ്ഞതെല്ലാം ശരിയാണ്, ഇവരെ നമ്മൾ നശിപ്പിക്കേണ്ടതാണെന്നുള്ളൊരു തോന്നലാണ് അവർ നിൽക്കുന്നത്. അപ്പം ആ ഭാഗത്തേക്ക് ഇനി വിട്ടുവീഴ്ച ചെയ്താൽ ഇസ്രായേലിന് അതൊരു ഭീഷണിയാണ് എന്നുള്ളതാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചുള്ള പ്രശ്നം. പക്ഷേ ഇത്രയും ജനങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ലോകത്തെ പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെയും, കാനഡ ആയാലും പിന്നെ ഫ്രാൻസ് ആയാലും UK ആയാലും ഒക്കെ ചിന്തിക്കുന്നത് അതാണ്. ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കണ്ടേ, ഇവർക്ക് നിത്യഭക്ഷണവും അല്ലെങ്കിൽ മരുന്നെങ്കിലും കൊടുക്കണ്ടേ, അതിന് എന്തെങ്കിലും വഴിയുണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ഈ ഗാസ ഏറ്റെടുക്കാൻ അവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ മണ്ണിനും സംരക്ഷണം ഒരുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കണക്കിന് ഒരു നല്ല ആശയമായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ബ്ലണ്ടർ ആയിരിക്കും എന്ന് തോന്നുന്നു, എന്നാലും ഒരു നല്ലൊരു ആശയമായിട്ട് കണക്കാക്കി ഹമാസിനെ അവിടെ നിന്ന് ഒറ്റപ്പെടുത്തി അവിടെ നിന്ന് മാറ്റി ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ട്രംപിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയാണ്. ആ ഗാസയിലുള്ളവരെ മുഴുവൻ വെസ്റ്റ് ബാങ്കിലേക്ക് സ്റ്റെപ്പായി മാറ്റിയിട്ട് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടോ മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് ഇവർക്ക് തൊഴിലും മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുക്കാനും പാർട്ട്ലി ഇവിടെ ജീവിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. എന്നിട്ട് ഇത് അമേരിക്കയുടെ ഒരു കോളനി പോലെ അവിടെ നിലനിർത്തുക, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യമുള്ള ഒരു കോളനി പോലെ നിലനിർത്തുക. ലോകത്തെ ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാനും പറ്റുന്ന ഒരു ഹബ്ബായിട്ട് അതിനെ മാറ്റുക എന്നൊക്കെ ഉള്ളതാണ് ഈ ബിസിനസ്സുകാരനായ ട്രംപിൻ്റെ ലക്ഷ്യം. അത് എത്രത്തോളം വിജയിക്കും എന്ന് പറയാനൊക്കില്ല. എന്തായാലും അവിടെ ഏതെങ്കിലും വിധത്തിലൊരു വെടിനിർത്തൽ പൂർണ്ണമായി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം ആരെങ്കിലും ജയിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് ആരെങ്കിലും എന്നുള്ളതില്ല, ഇസ്രായേലിന് മാത്രമേ ഇനിയിപ്പോൾ ജയിക്കാൻ കഴിയുള്ളൂ. ഇസ്രായേൽ ആ വിധത്തിൽ ജയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. പൂർണ്ണമായും ഗാസ സ്ട്രിപ്പിലുള്ളവരെ മാറ്റാതെ ആ ഒരു മുന്നോട്ട് പോക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലികളുടെ മനസ്സിലേക്ക്. എന്തായാലും ഹമാസ് എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണമെന്ന് തന്നെയാണ് ആത്യന്തികമായി എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് അതേസമയം തന്നെയാണ് ഗാസയിലെ സാധാരണക്കാരുടെ കണ്ണീര് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനുമാകില്ല.